ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ 1ാമത്തെ യൂണിറ്റിലെ ഒരു പാഠഭാഗമാണ് ഹലോ ഉറക്കെ പാടൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ബാക്കിയുള്ള പാഠഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോയി കാണാൻ ജസ്റ്റ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ചന്ദ്രനിലേക്ക് സൈക്കിളിൽ പോയി മടങ്ങി വന്നൊരു കുട്ടിയെ പോലെ പട്ടൂസും ആകാശയാത്ര നടത്തിയിട്ടുണ്ട്. എങ്ങനെ? അപ്പോൾ നമ്മൾ നേരത്തെ അല്ലേ സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പട്ടൂസ് എന്ന് പറയുന്ന കുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ആകാശയാത്ര നടത്തിയിട്ടുള്ള പട്ടൂസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഹലോ ഉറക്കെ പാടൂ. ഹിയട ഹിയ, ഹാ എന്തു രസം ഇങ്ങനെ പറക്കാൻ. ഹോ, അപ്പോഴേക്ക് ദേ തുടങ്ങി പിടിച്ചു വലിക്കാൻ. ആദ്യമായി പറക്കുകയാണ് പട്ടൂസ്. ഈ പിടിവലി അവൻ ഒട്ടും പിടിക്കുന്നില്ല. അതിൻ്റെ നീരസം അവൻ്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി. നന്നായിട്ടൊന്നും പറക്കാൻ സമ്മതിക്കില്ലേ? കഷ്ടം തന്നെ. അപ്പോൾ പട്ടൂസ് ആരാണ് നമുക്ക് മനസ്സിലായി അല്ലേ? നമ്മുടെ കൈറ്റാണ് അല്ലേ പട്ടൂസ് എന്ന് പറയുന്നത്. അവൻ താഴേക്ക് നോക്കി. അതാ ദൂരെ അങ്ങ് താഴെ ഒരു പൊട്ടുപോലെ. പട്ടൂസ് സൂക്ഷിച്ചു നോക്കി. ദേ ആബിദക്കുട്ടി. ഓ, ഇവളുടെ ഒരു കാര്യം. ആബിദ, അവളാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത്. കത്രികയെടുത്ത് വർണ്ണക്കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, പട്ടൂസേ, ഇത്താത്തയുടെ മുത്തല്ലേ, കരയല്ലേ, ഒട്ടും വേദനിപ്പിക്കില്ല. പച്ചിരുകിൽ വളച്ച് ഒടിക്കുമ്പോഴും അവൾ പറഞ്ഞു, കരയല്ലേ. പശ തേച്ച് ചിറകുകൾ ഒട്ടിച്ചു ചേർക്കുമ്പോൾ അവന് വല്ലാതെ ഇക്കിളിയായി. അവൻ കുതറി കുടഞ്ഞ് ചിരിച്ചുപോയി. പട്ടൂസേ, വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ, കാറ്റടിച്ച് ജലദോഷം പിടിക്കും. രാത്രിയാവുമ്പോൾ വേഗം താഴേക്ക് വരണേ. അവൾ പട്ടൂസിനെ സാവധാനം പറത്തി തുടങ്ങി. ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി. മാനത്തിനുണ്ടോ വല്ല അതിരും വരമ്പും? നീണ്ടു പരന്നങ്ങനെ കിടക്കല്ലേ. പറന്നു രസിച്ചും കളിച്ചു ചിരിച്ചും നേരം പോയത് അവൻ അറിഞ്ഞതേയില്ല. കളിയുടെ ഹരത്തിൽ താഴത്തുള്ള ആബിദക്കുട്ടിയുടെ കാര്യം തന്നെ അവൻ മറന്ന മട്ടുണ്ട്. പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തയ പറക്കലിൻ്റെ ആവേശത്തിലാണ് പട്ടൂസ്. നൂൽ ഹോണടിച്ചു. അതെടുത്ത് ചെവിയിൽ ചേർത്തു അവൻ. പരിഭ്രമം കലർന്ന സ്വരം. അങ്ങേ തലക്കൽ ആബിദയാണ്. ഹലോ പട്ടൂസേ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ. കേൾക്കാം ഇത്താത്ത. പറക്കുന്നെതിരയിൽ അവൻ വിളിച്ചു പറഞ്ഞു. നീ ഇതെവിടെയാ? ഇരുട്ടാവുന്നത് കാണുന്നില്ലേ? വേഗം താഴോട്ട് വാ. അവളുടെ ശബ്ദം ഇടറി. കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ വരാം. എന്നെ നൂലിൽ പിടിച്ചിങ്ങനെ വലിക്കല്ലേ, ഒന്ന് വിടൂ പ്ലീസ്, എൻ്റെ പുന്നാര താത്തയല്ലേ, അവൻ കെഞ്ചി. ഇല്ലില്ല, ഞാൻ പിടിവിട്ടാൽ നീ എങ്ങനെ താഴേക്ക് വരും? അവിടെ എപ്പോഴും തേരാപ്പാര വീശി അടിക്കുന്ന വികൃതി കാറ്റാ. അത് പിന്നെ പറത്തി വല്ല കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയിടും. അവൾ വിടുന്ന മട്ടില്ല. ഞാൻ എങ്ങും പോവില്ല. പാരി തളരുമ്പോൾ ഉറപ്പായും തിരിച്ചു വരും. ഇത്ത ഒട്ടും പേടിക്കേണ്ട. എന്നാലും നൂല് മേലോട്ട് ഇങ്ങനെ വലിക്കല്ലേ പട്ടൂസേ, ആപത്താണത്. നീ ഒന്ന് ബേജാറാവാണ്ടിരിക്ക്. ഞാൻ അല്പം പറന്ന് കളിച്ചിട്ട് വരാം. പറക്കുന്നതിൻ്റെ ഉന്മാദത്തിലാണ് അവൻ. പട്ടൂസേ പ്ലീസ്, ഇനിയും മുകളിലോട്ട് പോകല്ലേ. ഇതിനിടയിൽ അത് സംഭവിച്ചു. ടേക്ക്. ആബിദക്കുട്ടിയുടെ നിലവിളിയിൽ ആ ശബ്ദം മുങ്ങിപ്പോയി. അയ്യോ പാവം എൻ്റെ പട്ടൂസ്, അവനിന് എങ്ങനെ താഴെ വരാനാ? നൂല് പൊട്ടിയതോടെ പട്ടൂസ് എങ്ങോട്ടെന്നില്ലാതെ പറന്നു പൊങ്ങി. ഹായ്, നല്ല രസം. ഇപ്പോഴവന് അമ്പിളിയെ കൈനീട്ടി തൊടാം. നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാം. അതിനിടയിൽ പട്ടൂസ് താഴേക്കൊന്ന് നോക്കി. കുരുരുട്ട്. അവൻ പേടിച്ചുപോയി. ഹലോ ഇത്താത്ത, ഹലോ. പട്ടൂസ് നൂൽ ഫോൺ എടുത്ത് വിളിച്ചു. ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കൂ. അയ്യോ, ഇനി എന്തു ചെയ്യും? അവന് കരച്ചിലടക്കാനായില്ല. എന്തിനാ മോനെ കരയുന്നത്? അമ്പിളി മാമൻ ചേർത്ത് പിടിച്ച് ചോദിച്ചു. എനിക്ക് ഇത്തയെ കാണണം. എവിടെയാ അവളുടെ വീട്? അമ്പിളി മാമൻ അവൻ്റെ കണ്ണീർ തുറച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല. തേങ്ങലിൽ അവൻ്റെ ശബ്ദം മുറിഞ്ഞു പോയിരുന്നു. അറിയില്ലേ? ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ? അമ്പിളി മാമൻ താടി ഒഴിഞ്ഞുകൊണ്ട് അല്പനേരം ചിന്തയിലാണ്ടു. പിന്നെ ഒരൊറ്റ ഫോൺ വിളിയാണ്. ഹലോ മേടക്കാറ്റല്ലേ, ഒരു സഹായം വേണമല്ലോ. എന്താ വേണ്ടത് പറയൂ. മൂളിപ്പാട്ട് നിർത്തി മേടക്കാറ്റ് ചോദിച്ചു. ഈ പട്ടൂസിനെ ആബിദക്കുട്ടിയുടെ അടുത്തെത്തിക്കണം, വേഗം വേണം. അമ്പിളി മാമിൻ്റെ സ്വരത്തിൽ വാത്സല്യം അലതല്ലുന്നുണ്ടായിരുന്നു. അതിന് എവിടെയാ ആബിദക്കുട്ടിയുടെ വീട്? ഷെടാ, അതാണിപ്പോൾ നന്നായത്. നീയല്ലേ എല്ലായിടത്തും മൂളിപ്പാട്ടും പാടി കയറി ഇറങ്ങാറുള്ളത്. നിനക്കറിയില്ലേ അവളുടെ വീട്? ഒന്ന് ഓർത്തു നോക്ക്. എന്തോ പിടിയെ കിട്ടിയ പോലെ മേടക്കാറ്റ് പട്ടൂസിനെ വാരിയെടുത്തു. അവനെ തോളത്തിരുത്തി സാവകാശം താഴോട്ട് പറന്നു പോയി. കുളിരേറ്റത് കൊണ്ടാവാം പട്ടൂസിന് ആശ്വാസം തോന്നി. മേടക്കാറ്റിൻ്റെ കാതിൽ അവനൊരു സ്വകാര്യം ചോദിച്ചു.
എനിക്കൊരു പാട്ട് പാടിത്തരാമോ? പിന്നെന്താ? മേടക്കാറ്റ് പതിയെ ഒരു പാട്ട് മൂളി. ഒരു മണ്ണിൽ ജനിച്ചു നാം, ഒരു മഞ്ഞു പുതച്ചു നാം, ഒരു വെയിൽ നുണഞ്ഞു നാം, ഒരു ഗാനം മൂളി നാം. പല വേഷം പല ഭാഷ പല നാടുകളെന്നാലും ഒരു നൂലിൽ ചാഞ്ചാടും പല വർണ്ണപ്പട്ടങ്ങൾ. മധുരമൂറുന്ന പാട്ട്, മഞ്ഞിന്റെ നനവ്, കാറ്റിന്റെ കുളിര്. പട്ടൂസ് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മേടക്കാറ്റ് ആവിതക്കുട്ടിയുടെ വീട്ടിലെ ജനാലയിലൂടെ സാവധാനം അകത്തു കടന്നു. നീലവിരിപ്പിട്ട പായലുറങ്ങുന്ന അവളുടെ അടുത്ത് പട്ടൂസിനെ പതുക്കെ കിടത്തി. രണ്ടുപേരുടെയും കവിളിൽ ഉമ്മ കൊടുത്ത് മേടക്കാറ്റ് തിരികെ പറന്നു. പൂത്തു നിൽക്കുന്ന കൊന്നമരത്തിന്റെ മുകളിലൂടെ വർണ്ണപ്പട്ടങ്ങൾ പറക്കുന്നത് സ്വപ്നം കണ്ടു പട്ടൂസും ആബിദക്കുട്ടിയും. ഒരു നൂലിൽ ചാഞ്ചാടും പല വർണ്ണപ്പട്ടങ്ങൾ. ഹലോ, ആബിദക്കുട്ടിയും പട്ടൂസുമല്ലേ? ഒന്ന് ഉറക്കെ പാടൂ, ഞാനും കേൾക്കട്ടെ. അമ്പിളി മാമന്റെ ഫോണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത്. നല്ല രസമുണ്ടല്ലേ വായിച്ചിരിക്കാൻ? പട്ടൂസിൻ്റെയും ആവിദ താത്തായുടെയും കഥ എന്തായാലും നല്ല രസമുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കഥ തന്നെയാണ്. ഇനി നമുക്ക് എന്തായാലും ഇതിലെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പട്ടൂസും ആബിദയും വളരെ സ്നേഹത്തിലാണ്. ഇതെങ്ങനെയാണ് കഥയിൽ നിന്ന് മനസ്സിലായത്? എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? പട്ടൂസിനെ ആബിദക്കുട്ടി എത്ര സ്നേഹിച്ചാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലാകുന്നു. അവൾ ചിറകുകൾ ഒട്ടിക്കുമ്പോഴും കളിച്ചു ചിരിച്ചുവെന്ന് കഥയിൽ പറയുന്നു. അവൻ പറക്കുമ്പോൾ പോലും അവൾ അവനെ വിട്ടുപോകരുതെന്ന് കരുതി നൂൽ കയറിൽ പിടിച്ചു വെച്ചിരിക്കുന്നു. പട്ടൂസ് കാറ്റിൽ പറന്നു പോയപ്പോൾ അവൾ വല്ലാതെ വിഷമിച്ചു. ഇതൊക്കെ കാണുമ്പോൾ ഇരുവരും ഒരുപാട് സ്നേഹിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തേത്, എന്തൊക്കെ പുതിയ വാക്കുകളും പ്രയോഗങ്ങളുമാണ് കഥയിൽ നിന്ന് കണ്ടെത്തിയത്? എന്തൊക്കെ കണ്ടെത്തി? പണ്ടിയു പറക്കുക, അതിശയത്തോടെ പറക്കുക എന്നാണ് അർത്ഥം. നൂൽ ഫോണ്, തുണി നൂലിൽ ഉണ്ടാക്കിയ ഫോണ് പോലെ ഉള്ളതാണ്. പരുന്തിനെ തോൽപ്പിക്കുക, പരുന്തിനേക്കാൾ വേഗത്തിൽ പറക്കുക. പന്തയെ പറക്കൽ, മത്സരമായി പറക്കുക എന്നതാണ്. വികൃതി കാറ്റ്, അനിശ്ചിതമായി വീശുന്ന കാറ്റ്. മൂളിപ്പാട്ട്, കാറ്റ് വീശുമ്പോൾ കേൾക്കുന്ന ശബ്ദമാണ്. ഇനി താടി ഒഴിഞ്ഞു, മൂക്കിന് താഴെ വെള്ളം ഒഴിയുക എന്ന അർത്ഥമാണ് അവിടെ ഉള്ളത്. ഇതൊക്കെ പുതിയതായിട്ടുള്ള സംഭവങ്ങളാണ്. ഇനി അടുത്തത്, ഈ കഥയിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട്? ആരെയാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പട്ടൂസിനെയാണ്. അവൻ ഏറെ ഭാവനയും കളിയും നിറഞ്ഞ കഥാപാത്രമാണ്. പറക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളെ പോലെ അവനും ആകാശത്തിൽ പറന്നു സന്തോഷിച്ചു. പിന്നീട് പേടിച്ചും ക്ഷീണിച്ചും പോയപ്പോൾ പോലും അമ്മയെ പോലെ പരിചരണം ആയ അമ്പിളിമാമനെ കണ്ടപ്പോൾ സന്തോഷിച്ചു. അവൻ കുട്ടികളെ പോലെ അതിസാധാരണമായ സ്നേഹപൂർണമായ മനസ്സുള്ളവനാണ്. അതിനാലാണ് അവനെ എനിക്ക് ഇഷ്ടമായത്. അപ്പം നിങ്ങൾക്ക് ആരെയാണോ, പട്ടൂസിനെയാണോ, ആബിദ താത്താനെയാണോ, ആരെയാണോ ഇഷ്ടമായത്, അല്ല അമ്പിളിമാമനെയാണോ, മേടക്കാറ്റിനെയാണോ, ആരെയെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിലെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി ഇതിലെ അടുത്തൊരു പാഠഭാഗമായിട്ട് വരുന്നത് അരികെ അകലെ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.